അവിടെ രണ്ടുപേരുണ്ട് കേട്ടോ. ആനയ്ക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുവാണ്. അങ്ങനെ സൗണ്ട് വെക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. അയ്യോ ഈസി പി സി മച്ചാന്മാരെ, നിബിൻ. ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് കോട്ടൂർ കാപ്പുക്കാടാണ്. ഇവിടെ എന്തെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നതല്ലേ? ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. വേറൊന്നുമല്ല, കേരളത്തിൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് കാപ്പുക്കാട്, കോട്ടൂർ കാപ്പുക്കാട് എന്ന സ്ഥലത്ത് നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ 2019 തുടങ്ങിയ ഒരു പദ്ധതി, 105 കോടി രൂപ മുതൽ മുടക്കിൽ ഇതിനെ വലുതാക്കിക്കൊണ്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങി. അപ്പം ആ ഒരു പ്രോജക്റ്റ് പൂർത്തിയാവുന്നതോടെ നമ്മുടെ ഈ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ വേൾഡിലെ ബിഗ്ഗസ്റ്റ് നമ്പർ 1 എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ആയിട്ട് മാറും. അപ്പോൾ അതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്ന കെട്ടിടം അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ബാക്കിൽ കാണുന്നതൊക്കെ. ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഒരു ഓഫീസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മൊത്തം 16 ആനകളുണ്ട്. ചെറിയ ആനകളും വലിയ ആനകളും ഉൾപ്പെടെ 16 ആനകളാണ് നമ്മുടെ കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലുള്ളത്. പക്ഷേ ഒരു വിഷമം, ഒരു ആന ഇടയ്ക്ക് ചരിഞ്ഞു. ബാക്കി ഇപ്പോൾ ഉള്ളത് 15 എണ്ണം. ഈ 15 എണ്ണത്തിൽ ഒരു ആന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ന്യൂസും ചാനലിലൊക്കെ വന്നതാണ്. കുളിക്കാൻ പോകുന്ന കടവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ആന തുമ്പിക്കൈ കഴുകും. അതുപോലെ തന്നെ ആ കുളിക്കുന്ന വെള്ളത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കത്തില്ല. എല്ലാ ആനകളെയും കാണാൻ പറ്റുമെന്നുള്ള എനിക്ക് അറിയത്തില്ല. പക്ഷേ മാക്സിമം ഞാനത് എല്ലാ ആനകളെയും കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. കാരണം 2-3 ആനകൾക്കൊക്കെ മതപ്പാട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആനകളൊക്കെ മിക്കവാറും ഷെഡിലോട്ട് കയറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ആൾക്കാർക്ക് അങ്ങോട്ട് വിടത്തില്ല. അതുപോലെ തന്നെ സൗണ്ട്, വണ്ടികൾ പോകുന്ന സ്ഥലത്തൊന്നും ആനകളെ അവിടെ നിർത്തത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് 175 ഹെക്ടർ സ്ഥലത്താണ് ഇപ്പം ഈ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. 175 ഹെക്ടർ. ഓക്കെ, അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. നിങ്ങൾ തീർച്ചയായിട്ടും വരും. കാരണം ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ചേരാനായിട്ട് നോക്കും. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് മച്ചാന്മാരെ, 100 രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാം. തിരുവനന്തപുരത്ത് നിന്നും 100 രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് കാപ്പുക്കാട് എത്താം. അപ്പോൾ ഇതിലും വലിയൊരു ചാൻസ് ഇനി ലൈഫിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് വലിയൊരു ടൂറിസം സാധ്യത ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വരും കാലങ്ങളിൽ നമുക്ക് 100 രൂപ എന്നുള്ള സ്ഥാനത്ത് 1000 രൂപ മുടക്കിയ പോലും ഇവിടെ വന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ ഗജവീരൻ നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ നിൽപ്പുണ്ട്. ഞാൻ അവരെ പരിചയപ്പെടുത്താം. അപ്പോൾ അവിടെ 2 വിദേശികളും തലയിൽ നിൽപ്പുണ്ട്. അതിന് പാപ്പാനും കൂടെ ഉണ്ട്. നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാം. ഓക്കെ, ആനയ്ക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുവാണ്. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആനയാണ്. ആനയുടെ പേര് സോമൻ എന്നാണ്. പുള്ളിക്കാരൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ കൊണ്ട് കയറിയപ്പോൾ പാപ്പന്മാർ പറഞ്ഞു, അയ്യോ അങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് കയറി വരുന്നത്. കാരണം ആന അത്ര മൂത്തവനാണ്. ഇപ്പോൾ അതിൻ്റെ ഗാംഭീര്യവും കുറച്ച് പ്രശ്നക്കാരനൊക്കെ ആണെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ വേറെ ഒരുത്ത നിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ബേക്കിൽ കണ്ടോ, ആറ്റിൻ്റെ കരയിൽ നിന്ന് ഒരുത്തനെ കുളിപ്പിക്കുകയാണ്. നമുക്ക് അതും കൂടെ നമുക്ക് പകർത്തിയെടുക്കാം കേട്ടോ. ഒരാളല്ല, 2 പേര് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു നിൽപ്പുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അങ്ങ് ഒരാൾ നിൽപ്പുണ്ട്. നമുക്കത് കാണാൻ പറ്റും ഒന്നുകൂടെ. ഞാൻ കണ്ടോ,
ഒരുത്തനോട് നിൽപ്പുണ്ട്. നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയാണ് എൻ്റെ പേരൊക്കെ എന്താണെന്ന് നമുക്കറിയാം. എന്നെ കണ്ടതും കൈയൊക്കെ എടുത്ത് ഇങ്ങനെ കൈയായിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ ഇവിടെ ഇത്രയും ദൂരത്ത് നിൽക്കാമല്ലോ അല്ലേ? രാവിലെ കുളിയാണ് ആശാൻ. നല്ല തണുത്ത വെള്ളത്തിൽ 2 ചേട്ടന്മാർ ഇന്ന് കുളിപ്പിക്കുന്നുണ്ട്. ഒരു കുളിപ്പിക്കുകയാണ്. എന്താ ചേട്ടാ ഇവന്റെ പേരെന്താ ചേട്ടാ? ചേട്ടാ ഇവന്റെ പേരെന്തുവാ? അമ്മു. അമ്മുക്കുട്ടിയാണ് നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ. ചെറിയ കൊമ്പനാനയാണ്, ചെറിയ കൊമ്പുള്ള ആനയാണ്, കൊമ്പനാനയല്ല, അമ്മുക്കുട്ടിയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നെ കഴിഞ്ഞ് കുറച്ചും കൂടെ ചെറിയ ആണെന്ന് തോന്നുന്നു. അവിടെ നിൽപ്പുണ്ട്. ആനപ്പുണ്ടൊക്കെ സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ. ഉണങ്ങിയതാ, പച്ചാഭാഗത്ത് കിടപ്പുണ്ട്. നിൽക്കണ നമ്മുടെ അടുത്ത ആള്. അവനിങ്ങനെ ഒരു കല്ലിൽ ഇങ്ങനെ തട്ടി തടവി നിൽക്കുക. അവിടെ 2 പേരുണ്ട് കേട്ടോ. 2 പേര് കുളിപ്പിക്കാനായിട്ടുണ്ട്. ആനപ്പുണ്ടം വെള്ളത്തിൽ ഇട്ട കേട്ടോ. അത് വാരി എറിയുക. ചേട്ടാ ഇവന്റെ പേരെന്തു ചേട്ടാ? മുന്ന. മിന്ന. പെണ്ണാണോ? പെണ്ണ്. നേടം റിസർവെയറിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ് ഇതിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ 2 പേരെ ഇവിടെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു ഭാഗത്തിന് വന്നപ്പം. എന്തായാലും ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നത്. നമുക്ക് കുളിപ്പിക്കുന്നതും കാണാൻ പറ്റി, ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവന് അമ്മക്കുട്ടിക്കും അതുപോലെ തന്നെ ഇവൾക്കും ഫുഡ് കൊടുക്കുന്നത് നമുക്ക് എന്തായാലും കാണാം. കണ്ടിട്ട് നമുക്ക് നമ്മളെ കുഞ്ഞനന്മാരെടുത്ത് പോവാം കേട്ടോ. കുറച്ച് കുട്ടിക്കുറുമ്പന്മാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ ഭാഗത്തോട്ട് നമുക്ക് പോവാം. അപ്പം അമ്മക്കുട്ടീനെ കൊണ്ടുപോവാണ്.
എത്ര നാളുണ്ട് ഇവിടെ? 11 വർഷമായിട്ടുണ്ടല്ലേ? നമ്മുടെ കുട്ടിയാനയിൽ ഒരുത്തിന് നല്ല കുറുമ്പ് കാണിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. അതിന്റെ പേരെന്തുവാ? പൊടിച്ചി. അത് സ്നേഹത്തോടെ വിളിക്കുന്നതാണ് പൊടിച്ചിന്ന്. അതിന്റെ പേരെങ്ങനെയാണ്? പേപ്പാറ പൊടിയക്കാലം കിട്ടിയാണ്. അപ്പൊ പേപ്പാറ സ്ഥലത്ത് പൊടിയക്കാലം എന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് അവളെ. അപ്പൊ അതുകൊണ്ട് പൊടിച്ചിന്ന് പേരിട്ടിരിക്കുന്നവനെ. അപ്പൊ ഞാൻ കാണിക്കും. വളരെ കുറുമ്പാണ് കേട്ടോ, കുറുമ്പ് കാണിച്ചോണ്ടിരിക്കും. നമ്മുടെ ഒരു ആന്റി ഇവിടെ നിൽപ്പുണ്ട്, ഗൈഡ്. ആന്റി, എന്റെ പേരെന്താ? പേരെന്താ ആന്റിയുടെ? കുലോദന. എത്ര വർഷമായി ഇവിടെ? 10 വർഷമായി. അപ്പം ആന്റി ഉള്ളപ്പോഴായിരിക്കും പൊടിച്ചിനെ കൊണ്ടുവന്നല്ലേ? പേപ്പാറ ഭാഗത്ത് നിന്ന് വന്നു. പൊടിയക്കാല. അതുകൊണ്ടാണ് പൊടിച്ചിന്ന് പേര് വന്നത്. അപ്പൊ അത് തള്ളയും പൊടിച്ചാണെങ്കിൽ 2.5 വയസ്സായപ്പോൾ തള്ളയും കുട്ടിയായിട്ട് അങ്ങ് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിൽ കൂടെയും ആരുടെ വിളയെന്ന് നോക്കാതെ അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും മേഞ്ഞാണ്ട് അങ്ങ് നടക്കും. അപ്പൊ അങ്ങനെ നടന്ന് ഒരു എസ്റ്റേറ്റ് കയറി എന്നും ഷീറ്റ് തൊട്ട് ഇറയും ഡിഷെല്ലാം ചവിട്ടി ചമ്മന്തിയാക്കി പിന്നെ നാശമാക്കും. അങ്ങനെ ഇത് നിവർത്തിയില്ലാത്തതുകൊണ്ട് അയാള് എസ്റ്റേറ്റ് മുതലാളി ഇത് എർത്ത് പാസ് ചെയ്ത് ഈ തള്ള കുട്ടി അല്പം അങ്ങ് ദൂരോട്ട് നിന്നപ്പോൾ ഈ തള്ള അത് വന്ന് ഈ എർത്ത് അശയിൽ പിടിച്ച് ഷീറ്റിൽ പിടിച്ച് എർത്തടിച്ചു. അതങ്ങ് ചരിഞ്ഞു വീണു. അപ്പോഴെന്നെ ചരിഞ്ഞു. അപ്പോഴെന്നെ ചരിഞ്ഞു. അപ്പൊ കുട്ടി ഇത്തിരി അകലോട്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെ അടിച്ചത്. പക്ഷെ അവര് ഈ എർത്തിലൂടെ ചെറിയ കറണ്ടല്ലേ കടത്തിവിടുന്നത്? ഇവർക്ക് ദേഷ്യം ഉണ്ടായപ്പെട്ട് അത് കൂടിയ ഇത് തന്നെ വിടും. കാരണം എങ്ങനെയാലും ഇവിടെ നിന്ന് മാറി പോട്ടെന്ന് വിചാരിച്ചു. ചൂടടിക്കുമ്പോ മാറിപ്പോകുമെന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. ജയിലിൽ കിടക്കുന്നത്. പിന്നെ മൃഗത്തെയല്ലേ, കാട്ടിലെ മൃഗത്തെ കൊന്ന മൃഗം എന്ത് ചെയ്തു യാത് ചെയ്തു അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കില്ല. മൃഗത്തെ കൊന്നു അത് കുറ്റം തന്നെ. ഒരു മനുഷ്യനെ കൊന്നെ അതിന് സംസാരിക്കാൻ. അപ്പൊ നമ്മൾ അതിൻ്റെതായ രീതിയിൽ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിയിടേ, അല്ലെങ്കിൽ ഇപ്പൊ ഷീറ്റ് ഞാനും ടാപ്പ് ചെയ്തോളാം. അപ്പോൾ നമ്മൾ മരം വെട്ടി പാലെടുത്ത് ഷീറ്റടിച്ച് കൊണ്ടിരുന്നതിന് പാടുണ്ട്. അത് പോയിട്ട് അത് നമ്മൾ വെള്ളം തോർന്ന ശേഷം ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പുകപ്പെരയിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റാത്ത എന്ത്? അതൊരു മുതലാളി ചിന്തിക്കണ്ടേ? അതിന് സംസാരിക്കാൻ അറിഞ്ഞൂടാ, അതിന് വായെടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ചായിരിക്കണം. എന്റെ വീട്ടിൽ ഒറ്റ മലക്കറി ഐറ്റങ്ങളോ ഒന്നും ദിവസം പോയിരുന്നപ്പ കിട്ടൂല. എന്ത് കുരങ്ങനെ ശല്യം. അതെ, അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ അത് ചെയ്യണം. ഇപ്പൊ മുളക് മാത്രം അതൊന്നും ചെയ്യൂല. ഷുഗറൊക്കെ ഉണ്ട്. ഈ ഷുഗർ ഓറഞ്ച് ഞാൻ ദിവസം ചെയ്ത് നട്ടിട്ടുണ്ട്. എന്റെ ഭർത്താവ് കൃഷി ഭവനിന്റെ ഒരു അംഗമാണ്. അപ്പൊ എത്രയോ വർഷം കൊണ്ട്. അപ്പൊ അവര് ഈ ഓറഞ്ച് വന്ന് കുറച്ച് അങ്ങ് കളയും. അതിനെന്തരം അറിയാം, അത് മനുഷ്യന് തിന്നാനുള്ളതാണ്, അതാണ് അങ്ങനെയാണ് അവർക്ക് ചിന്തിക്കാൻ പാടില്ല. അപ്പൊ അതങ്ങ് പോട്ടെ. അപ്പൊ നമുക്ക് ആനയുടെ കാര്യം അല്ലേ, അങ്ങനെയാണ് പൊടിച്ചി. അപ്പം പൊടിച്ചിക്ക് അന്ന് 2.5 വയസ്സായിരുന്നു. പൊടിച്ച് അല്പം ദൂരെ ആയതുകൊണ്ട് അതിന് നാശം സംഭവിച്ചു. സ്വല്പം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകണം. അപ്പോഴത് കളിക്കുന്നതും ഡാൻസ് കളിക്കുന്നതും തലയാടുന്നല്ല, കാലെടുത്ത് ഇങ്ങോട്ട് വെച്ച് ഈ കാലെടുത്ത് അങ്ങോട്ട് വെച്ച് നല്ല ഡാൻസാണ്. കുട്ടികളൊക്കെ വന്ന് ഇതിന്റെ ഡാൻസ് കണ്ട് ആ കുട്ടികളും അതേപോലെ കളിച്ചിട്ട് തള്ളന്മാര് ഫോട്ടോ എടുത്താണ് കൊണ്ടുപോകണം. അപ്പുറത്തേക്കിന മിന്നയാണ്. മിന്നെ മുത്തങ്ങ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ചെറുപ്പത്തിലേ കൊണ്ടുവന്നതാണ്. ഒരു 5-6 വയസ്സൊക്കെ ആയപ്പോൾ കൊണ്ടുവന്നതാണ്. അത് അന്നോട്ട് ഈ പാർക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ അവൾക്ക് 20 വയസ്സായി. 20 വയസ്സായി. അമ്മൂന് 19. അമ്മൂന് മിന്നെ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്.
പിന്നെ അതിൽ പിന്നെ ജയശ്രീയെ കൊണ്ടുവന്നു. അപ്പൊ ജയശ്രീ ഇവിടെ ജയശ്രീ നമ്മുടെ എനിക്ക് നെയ്യാർ ഡാമിൽ നിൽക്കുന്നു. നെയ്യാർ ഡാമിലല്ല, മാൻ പാർക്കിന്റെ അപ്പുറം. മാൻപാർക്കിന് അവിടെ നിന്ന് നമ്മൾ അതുവഴിയാ കറക്റ്റ് ആയിട്ട് വന്നത്. പക്ഷെ ജയശ്രീ എനിക്ക് തോന്നുന്നു ന്യൂസിലും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കേട്ട ആളാണെന്ന് തോന്നുന്നു. പേര് കേട്ട ആളെന്ന് വെച്ചാൽ ജയശ്രീ അത് ആരും അങ്ങനെ നേരത്തെ ഇവിടെ ഇരുന്ന റേഡിയോ ഓഫീസർ സതീഷ് എന്ന് പറഞ്ഞ ആ സാറാണ് അതിനെ ന്യൂസിലൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ ആ സാറ് പിന്നീട് പറഞ്ഞ ഇതേപോലെ ജയശ്രീ നല്ല ഭംഗിയുള്ള ആളാണ്, സവാരിക്കൊക്കെ നല്ല ഇതാണ്. പിന്നെ അത് പോയിട്ട് അതിനൊരു സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാ ആനകളും കുളിക്കാൻ പോകുമ്പോഴും കുളിച്ചിട്ട് അവിടെ നിന്ന് തന്നെ വെള്ളം കുടിക്കും. ആറ്റിലെ വെള്ളം തന്നെ കുടിക്കും. ഈ ആന അത് കുടിക്കില്ല. ആറ്റിലെ വെള്ളം കുളിപ്പിക്കും. അപ്പൊ ആ ആന ഈ ആറ്റിലിറങ്ങി ആ വെള്ളം കുടിക്കില്ല. വെള്ളം കുടിക്കാതെ ഇനി വന്ന് കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വന്ന് ചോറ് കഴിക്കും. ചോറ് കഴിച്ച ശേഷം അവിടെ ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ ചെന്ന് വെള്ളം കോരി കൊടുക്കുമ്പോൾ ആ ആനക്കാരൻ ബാബുരാജാണ്. അപ്പോൾ അയാൾ വെള്ളം കോരി കൊടുക്കുമ്പോൾ ചുണ്ടിക്കൈ വൃത്തിയായി കഴിയ ശേഷമേ ആന വെള്ളം കുടിക്കൂ. അങ്ങനെ ഒരു വൃത്തിക്കാരിയാണ് ജയശ്രീ എന്ന് പറയുന്നത്. അതിനെ വയനാട് നിന്നാണ് കൊണ്ടുവന്നത്. അവർ കുടുംബമായിട്ട് വന്നു. ആന കാരണം ഭാര്യ മക്കളെല്ലാവരും ഇവിടെ എല്ലാവരും ആനയായിട്ട് ഇനി പോകുന്നു. അല്ല അപ്പൊ എങ്ങനെയാണ് ഈ നമ്മുടെ ഗവൺമെന്റ് അവരെ ഏറ്റെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്? അപ്പൊ അതിന്റെ സ്ഥിരമായ ഒരു പാപ്പാനാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ? അപ്പം അവളുമാരിങ്ങോട്ട് ഇറക്കി കൊണ്ടുവരും. ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഒതുങ്ങി നിൽക്കാം. അല്ലെങ്കിൽ കഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോവാം. ബാക്കി കാര്യം നമുക്ക് അങ്ങേക്ക് അറിയാം കേട്ടോ. കാരണം നമ്മൾ ഈ ആന ഇറങ്ങി വരുന്ന ആ വഴിയുടെ സൈഡിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോയത്. നമ്മുടെ പൊടിച്ച് കടത്തന്നെ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഡാൻസും കാര്യങ്ങൾ കളിക്കുന്നുണ്ട്. കുറച്ച് വിഷ്വൽസൊക്കെ അവിടെ പറത്താനായിട്ടുണ്ട്.